നമുക്ക് റംബൂട്ടാൻ പറിക്കാൻ വേണ്ടി പോയാലോ? വേറെ എങ്ങും അല്ല കേട്ടോ, എൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ വീട്ടിൽ റംബൂട്ടാനൊക്കെ പൂത്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി അമ്മച്ചി പറയുന്നു വീട്ടിൽ വന്ന് റംബൂട്ടാൻ പറിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ന് രാവിലെ ജോലിക്ക് പോകുന്നതുകൊണ്ട് പിന്നെ അങ്ങോട്ട് വരാനുള്ള ഗ്യാപ്പ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു അവധി ദിവസം നോക്കിയിട്ട് ഞാനിങ്ങനെ ഇറങ്ങിയതാണ്. വന്ന വഴി എന്നെ കോട്ടിട്ടുകൊണ്ട് നേരെ ഒരു റംബൂട്ടാൻ പറിക്കാൻ വേണ്ടിയിട്ട് പറമ്പിട്ടിട്ട് ഇറങ്ങിയിട്ടോ ഞങ്ങൾ. ഭയങ്കര സന്തോഷത്തോടെയാണ് പറിക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. ഈ വർഷങ്ങളായിട്ട് ഇത് കായ്ക്കുന്നൊന്നും ഉണ്ടായില്ല കേട്ടോ. അമ്മച്ചി വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇതൊന്നും കായ്ക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അമ്മച്ചി ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇതിന് ഓറം പറിച്ച് കഴിക്കണം എന്നുള്ളത്. അമ്മച്ചി നല്ലപോലെ എല്ലാം കാര്യങ്ങൾ നന്നായിട്ട് കൊണ്ടുപോയി നടക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഭയങ്കര സങ്കടമായിരുന്നു. 3-4 വർഷമായിട്ട് ഉണ്ടാവാത്തതുകൊണ്ട് എൻ്റെ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പക്ഷെ ഉണ്ടായിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും നമുക്ക് തന്നെ പഴുത്ത് കഴിക്കാൻ പറ്റുമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഉണ്ടായിട്ട് അപ്പം തന്നെ ഫുൾ ചാടിപ്പോയി. ഈ പ്രാവശ്യം പക്ഷെ തകർത്തു കേട്ടോ. 2 എണ്ണമാണ് അമ്മച്ചി നട്ടുണ്ടായിരുന്നു, ബഡായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരും അത്യാവശ്യം നല്ല പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് അപ്പുറത്തെ മരമാണ് കേട്ടോ ഞാൻ പറിക്കുന്നത്. നല്ലപോലെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പം ഇനി കുറച്ചും കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കുറച്ച് പറിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ഇതേ ബക്കറ്റിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വെറും കൈയോടെ അങ്ങനെ പോകത്തില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ വാരി കൂട്ടിക്കൊണ്ടാണ് പോവാറ്. അപ്പോൾ ഇത് പിന്നെ ഇവിടെ കുറേ മുളകുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരെ തന്നെ ഒരു ചേമ്പല പറിച്ചിട്ട് കുറേ മുളകുണ്ടായിരുന്നല്ലോ, ഉണ്ട മുളകാണ് കേട്ടോ. അപ്പം ഞാനും അമ്മച്ചും കൂടി ഇത് പറിക്കാൻ കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ, വാഴ, മുളക്, പിന്നെ ഇഞ്ചി, മഞ്ഞൾ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ അമ്മ വീട്ടിൽ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയാൻ വേണ്ടി റംബൂട്ടാനായിരുന്നു. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, കസിൻസിന്, വീടിനടുത്തുള്ളവർക്കൊക്കെ അമ്മച്ചി പറിച്ചെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് കിട്ടുന്നത് ഞാനായിരുന്നു. വേറെ ഒന്നും കൂടെ 2 വെച്ച് പനി പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഇപ്പോൾ വേണ്ട, എന്തായാലും ഒരു നീർക്കെട്ടൊക്കെ പിടിച്ചിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ റംബൂട്ടാൻ കഴിക്കണ്ടെന്നങ്ങ് വിചാരിച്ചു. ഇച്ചിക്കുണ്ണു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ പനിയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഒന്ന് കൂളായി കഴിഞ്ഞപ്പോൾ സെറ്റായപ്പോൾ എന്നാൽ പിന്നെ നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങ് വന്നു. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് പോർഷൻ അമ്മച്ചി അവിടെ ബാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എവിടെന്നെങ്കിലൊക്കെ ഒരെണ്ണം കിട്ടിയതായിട്ടോ. അപ്പോൾ അത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ വെറൈറ്റി ആണല്ലോ റംബൂട്ടാൻ്റെ ഒക്കെ നേരത്തെ പറയുമ്പോൾ. ഇപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് പറിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടല്ലോ, ഭയങ്കര ലക്കും ഭയങ്കര ഒരു ഭാഗ്യമാണ്. എല്ലാം അമ്മച്ചി എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുപോയി നടന്നിട്ടാണ് കേട്ടോ. അമ്മച്ചി കുറേ നമുക്ക് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ പറിച്ചാണ്ടോ അല്ലേ? 2 പ്രാവശ്യം ഉണ്ടായില്ല. ആദ്യമായിട്ടുണ്ടായില്ല. കുറേ വളമാക്കി ഇട്ട് കൊടുത്തു. വളം ഇട്ട് കൊടുത്തിട്ട് എന്തേ ഉണ്ടാവണ്ടായിരുന്നില്ല. ഒരെണ്ണെങ്കിലും ഉണ്ടായി കണ്ടോ ഇതാ പറഞ്ഞിട്ട്. ഇപ്പൊ എത്താമത് വർഷം 3-4 വർഷമായി. 4 വർഷമായി. അതിന് മുന്നേക്ക് കുരുന്നൊക്കെ ഉണ്ടായി പോയല്ലായിരുന്നോ? കുരുന്നൊക്കെ ഉണ്ടായി മൊത്തം ചാടി. ഈ പ്രാവശ്യം ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു മരം കാണിച്ചിരുന്നില്ല, ആ മരത്തിൽ നന്നായിട്ടുണ്ടായി. ഇപ്പൊ അത് തീർന്ന് കുറച്ച് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പുറത്തെ മരത്തിൽ അത്യാവശ്യം നല്ല പോലെ നിൽക്കുന്നു. ഇപ്പൊ ഞാൻ വരുമ്പോ പറിക്കാന്ന് വിചാരിച്ചുകൊണ്ട് വെച്ചതാ. അപ്പൊ കുറെയൊക്കെ വവ്വാല തിന്നിട്ട് പോയി. അപ്പൊ കുറെ ബാക്കിയൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ.